ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ജിയോയുടെ കാലമാണ്. എല്ലാവരുടെ കയ്യിലും ജിയോ സിം ഉണ്ടാവും, ജിയോ ഫോൺ ഉണ്ടാവും. എന്നാൽ നമുക്ക് ആദ്യം ഉപയോഗിച്ച ആ സ്പീഡൊന്നും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ വളരെ സ്ലോയിലാണ് നമ്മളിവിടെ ജിയോയിലൊക്കെ ഉപയോഗിക്കാറ്. എങ്ങനെ നമുക്ക് ജിയോയുടെ സ്പീഡ് മാക്സിമം കൂട്ടാം, എല്ലാ സമയത്തും നമുക്ക് മാക്സിമം സ്പീഡ് എങ്ങനെ കൂട്ടാം നോക്കാം. ഇത് എല്ലാ ഏരിയയിലും വർക്ക് ആവണമെന്നില്ല, ഏതായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെ നമുക്കത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് എൻ്റെ ജിയോയുടെ സ്പീഡ് എന്താ എന്ന അവസ്ഥ നോക്കാം. യൂസേഴ്സ് ഇപ്പോൾ ഒരുപാട് ഉള്ളതുകൊണ്ടായിരിക്കും സ്പീഡ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, നമുക്കൊന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കാം എന്താ നമ്മളുടെ സ്പീഡിൻ്റെ അവസ്ഥ. എനിക്ക് ഇതുവരെ കിട്ടി 25 kbps. 1 Mbps പോലും എനിക്ക് സ്പീഡില്ല. ഇപ്പം ഇതാ 1 Mbps, 1/2 Mbps പോലും എനിക്ക് സ്പീഡില്ല. എനിക്ക് 0.29 Mbps മാത്രമേ എനിക്ക് ഇവിടെ സ്പീഡുള്ളൂ. അതന്നെ കമ്മ്യൂണിക്കേഷൻ എററാണ്. നമുക്കിങ്ങനെ ഇതിൻ്റെ സ്പീഡ് മാക്സിമം എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ചെറിയ സെറ്റിങ്സൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ആക്സസ് പോയിൻറ്റും അതിൻ്റെ സെർവർ നെയിമും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ സ്പീഡ് കൂട്ടാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് നോക്കാം. അത് നിങ്ങളുടെ ഫോണിൽ ആ ഫോണിൻ്റെ ആക്സസ് പോയിൻ്റ് എവിടെയാണ് കണ്ടെത്തുക. ഞാൻ എൻ്റെ ഫോണിൻ്റെ ആക്സസ് പോയിൻ്റാണ് എടുക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് എല്ലാ ഒരുവിധം ഫോണിലൊക്കെ മൊബൈൽ നെറ്റ്വർക്ക്സ് എല്ലാവരും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ഏത് ഫോണിലാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ സെറ്റിങ്സ് എവിടെ ഉള്ളതെന്ന് നോക്കാം. ഇങ്ങനെ വന്നിട്ടാണ് ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിം എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിം ഇവിടെ നിങ്ങൾക്ക് ജിയോ 4G ഒരു നെയിം കൊടുക്കാം. APN അതന്നെ കൊടുക്കാം. APN ഒന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ വരുന്ന പ്രോസി ഒന്നും ചെയ്യണ്ട. പിന്നെ പോർട്ട് എന്നുള്ള കൊടുത്തത് 8080 പോർട്ട് കൊടുക്കുക. പിന്നെ യൂസർ നെയിം പാസ്വേഡും വേണ്ട. പിന്നെ സെർവർ നമ്മൾ സെർവർ സെറ്റ് ചെയ്ത് കൊടുക്കാം. സെർവർ സെറ്റ് ചെയ്യേണ്ടത് www.gio.com www.gio.com ഇത് ഓക്കെ കൊടുക്കാം. പിന്നെ അവിടെ ചെയ്യാനുള്ളത് നമുക്ക് MMC പ്രോസി ഒന്നും വേണ്ട. MMC സ്പോട്ട് ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്നുള്ളത് PAP എന്ന് കൊടുക്കുക. PAP APN ടൈപ്പ് ഡിഫോൾട്ട്, അതായത് DEFAULT കോമ. ഈ കോമ എന്ന് കഴിഞ്ഞിട്ട് XCAP എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. പിന്നെ APN പ്രോട്ടോകോൾ IPv4/IPv6 ഇതന്നെ കൊടുക്കുക. അതുപോലെ തന്നെ APN റോമിംഗ് പ്രോട്ടോകോൾ IPv4/IPv6 എന്നെ കൊടുക്കുക. പിന്നെ ബെയറർ ഇത് LTE എന്ന് കൊടുക്കുക. പിന്നെ വേറെ സെറ്റിങ്സ് ഉണ്ടാവും. MVNO ടൈപ്പ് ഇത് SPN എന്ന് കൊടുക്കുക. XPN എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XPN ഇതിൻ്റെ വാല്യൂ മൊബൈൽ നെറ്റ്വർക്കിൽ ഇതിൻ്റെ വാല്യൂ ജിയോ 4G എന്നതിന് ഇതിൻ്റെ വാല്യൂ കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇതിൻ്റെ സെറ്റിങ്സുകളൊക്കെ ആയി. നമുക്ക് ഈ സെറ്റിങ്സ് ഒന്ന് ഇവിടെ സേവ് ചെയ്യാം. സേവ്. ഓക്കെ, സേവ് ചെയ്ത ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ സെറ്റിങ്സൊക്കെ ഒരുവിധം മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഇവിടെ സ്പീഡ് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ സ്പീഡ് നോക്കാം. അത്യാവശ്യം നമ്മൾ മാറ്റിയതിന് ശേഷമുള്ള സ്പീഡാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, നല്ല അത്യാവശ്യം 1 MB/s പുറത്ത് ഇവിടെ നമുക്ക് ഡൗൺലോഡ് സ്പീഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്ലോഡിങ് സ്പീഡ് നോക്കാം. അത് ഏകദേശം 1 MB/s അടുത്ത് അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തരുന്ന സെറ്റിങ്സ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് പരമാവധി നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാം ഈ ജിയോ ഇപ്പോൾ പൊതുവെ സ്പീഡൊക്കെ കുറവാണ്. പല ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ഇപ്പോൾ സ്പീഡൊക്കെ കൂടുതൽ തന്നെ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും ഡിസംബർ 31 31 വരെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ജിയോ ഉപയോഗിക്കാൻ കഴിയും. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നതിന് നന്ദി.